നമസ്കാരം, എൻ്റെ പേര് രാജേഷ് ശേരൂർ. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന പ്രൊഡക്ട്സ് തികച്ചും പ്രകൃതിദത്തമായിട്ടുള്ള 2 കണ്ടന്റുകൾ ചേർത്തുണ്ടാക്കിയ ഒരു അടിപൊളി പ്രൊഡക്റ്റാണ്. ആ പ്രൊഡക്റ്റിൻ്റെ പേര് ഗിലോയ് തുളസി എന്നാണ്. അതായത് ചിറ്റമൃതും തുളസിയുമാണ് ഇതിനകത്ത് മെയിൻലി ചേർത്തേക്കുന്നത്. നമുക്കറിയാം തുളസിയുടെ ഗുണങ്ങൾ കുറച്ചൊക്കെ പേർക്ക് അറിയാം അല്ലേ. ചിറ്റമൃതിൻ്റെ ഗുണങ്ങൾ അറിയാം, മിക്കുള്ളവരുടെ വീടുകളിലുണ്ടാവും. വീടുകളിലുണ്ട് എന്നുള്ളതല്ലാതെ ചിലവർക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു അറിവുകളും ഉണ്ടായിരിക്കില്ല. എന്നാൽ കുറച്ച് പേർക്ക് അറിയാം അല്ലേ. അപ്പോൾ തുളസി മെയിൻലി ഇതിനകത്ത് ആഡ് ചെയ്തേക്കുന്നു എന്നുള്ളത് കൊണ്ടുള്ള ഗുണമെന്ന് പറയുന്നത് നമുക്ക് അടിക്കടി വരുന്ന പനി, ചുമ, ജലദോഷം, കഫക്കെട്ട്, അലർജി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാകില്ല. അങ്ങനെ അതുവഴിയുള്ള ഹോസ്പിറ്റൽ ചിലവ് നമുക്ക് 0 ആക്കി എടുക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ഒരു വീട്ടിൽ പനിയോ ചുമയോ ജലദോഷമോ കഫക്കെട്ടോ അലർജി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ മാസത്തിൽ 1-2 തവണയെങ്കിലും ഒരു കുടുംബത്തിൽ ഒരാൾക്കെങ്കിലും ഉണ്ടാകും അല്ലേ. അപ്പോൾ അത് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. ഒപ്പം തന്നെ ഈ അലർജിയുടെ പ്രശ്നങ്ങളിൽ നിന്നാണ് നമുക്ക് ആസ്മ എന്ന് പറയുന്ന, അതായത് ശ്വാസമുട്ടൽ എന്ന് പറയുന്ന ഒരു അസുഖം ഉണ്ടാകുന്നത് അല്ലേ. അപ്പോൾ ശ്വാസമുട്ടൽ ഉള്ള ഒരുപാട് പേര് നമ്മുടെ ചുറ്റുപാടുമുണ്ട്. അവർക്കൊക്കെ നമുക്ക് ഇത് സജഷൻ ചെയ്യാം, ഒപ്പം വാങ്ങി ഉപയോഗിക്കാം. നമുക്ക് ശ്വാസമുട്ടൽ മാറ്റിയെടുക്കാൻ സാധിക്കും. അങ്ങനെ അതുപോലെ തന്നെ മറ്റ് ഒരുപാട് ശാരീരിക പ്രശ്നങ്ങളെ മാറ്റിയെടുക്കാൻ നമുക്ക് ഈ തുളസി അടങ്ങിയിട്ടുള്ള ഗിലോയ് തുളസി നമ്മളെ സഹായിക്കും. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ പ്രതിരോധ ശേഷിയെ മെച്ചപ്പെടുത്താൻ നമുക്ക് ഈ തുളസി നമ്മളെ സഹായിക്കും. നമുക്കറിയാം കോവിഡ് കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടാക്കിയത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ പ്രതിരോധ ശേഷി ഇല്ലാത്തത് കൊണ്ടാണ് കോവിഡ് നമ്മളെ കീഴ്പ്പെടുത്തിയത് പോലും അല്ലേ. അപ്പോൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പ്രതിരോധ ശേഷിയെ മെച്ചപ്പെടുത്താൻ ഈ തുളസി അടങ്ങിയിട്ടുള്ള ഗിലോയ് തുളസി നമ്മളെ സഹായിക്കും. അപ്പോൾ അത് തുളസിയുടെ ഗുണങ്ങൾ എത്രത്തോളമുണ്ട്. അതുപോലെ ഇതിനകത്ത് മെയിൻലി രണ്ടാമത് ആഡ് ചെയ്തേക്കുന്നത് ചിറ്റമൃതാണ്. ചിറ്റമൃതിൻ്റെ ഗുണം മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പറയേണ്ടുന്നത് നമ്മുടെ ഓർമ്മശക്തിയെ മെച്ചപ്പെടുത്തും. നമുക്ക് എല്ലാവർക്കും ഓർമ്മക്കുറവുണ്ട് അല്ലേ. അപ്പോൾ നമ്മുടെ തലച്ചോറിൻ്റെ ആവശ്യമായ പ്രവർത്തനങ്ങളെ മെച്ചപ്പെടുത്താൻ കഴിവുള്ള ഫുഡുകൾ നമ്മൾ കഴിക്കാത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഓർമ്മക്കുറവുണ്ടാകുന്നത്. അപ്പം ഓർമ്മക്കുറവിനെ മെച്ചപ്പെടുത്താൻ ചിറ്റമൃത് നമ്മളെ സഹായിക്കുന്നു. ഒപ്പം തന്നെ ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളെ നമുക്ക് മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു. അതുപോലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഡയബറ്റിക്കിനെ മെച്ചപ്പെടുത്താൻ, അതായത് പ്രമേഹത്തിനെ മെച്ചപ്പെടുത്താൻ നമുക്ക് ഈ ഗിലോയ് തുളസി നമ്മളെ സഹായിക്കും. അതുപോലെ തന്നെ നമ്മൾക്ക് എല്ലാവർക്കും അമിതമായ വണ്ണമാണ് അല്ലേ. ഹൈറ്റിനും വെയിറ്റിനും കൂടുതലായിട്ടുള്ള വണ്ണമാണുള്ളത്. നമുക്ക് വേണ്ടതും വേണ്ടാത്തതും നമുക്ക് അറിഞ്ഞും അറിയാതെയും ജങ്ക് ഫുഡുകളാണെങ്കിലും എണ്ണ കലർന്നിട്ടുള്ള ഭക്ഷണങ്ങളാണെങ്കിലും ഒക്കെ നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ നമ്മൾ വാങ്ങിക്കഴിക്കുന്നതിലൂടെ നമുക്കൊക്കെയും അമിതമായ വണ്ണം ഉണ്ടാകുന്നു. ഈ വണ്ണം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ അനാവശ്യമായ അടിഞ്ഞുകൂടിയ ഫാറ്റാണ്. ഈ ഫാറ്റിനെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ നമുക്ക് ഈ ഗിലോയ് തുളസി നമ്മളെ സഹായിക്കും. ഒപ്പം തന്നെ നമ്മുടെ ശരീരത്തിലുള്ള സന്ധിവാതത്തെ മാറ്റിയെടുക്കാൻ നമ്മളെ ഈ ഗിലോയ് തുളസി നമ്മളെ സഹായിക്കും. ചിറ്റമൃത് നമുക്ക് ഇതിൽ ചേർത്തത് കൊണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള നീർക്കെട്ടിനെ വറ്റിച്ചെടുക്കാൻ ഗിലോയ് തുളസി നമ്മളെ സഹായിക്കും. അതുപോലെ തന്നെ മിക്കുള്ള ആൾക്കാർക്കും പൈൽസ് ഉണ്ട്. പൈൽസിനെ മാറ്റിയെടുക്കാൻ നമുക്ക് ഗിലോയ് തുളസി നമ്മളെ സഹായിക്കും. അതുപോലെ തന്നെ സ്ത്രീകളെ സംബന്ധിച്ചുള്ള വെള്ളപ്പോക്ക് എന്ന് പറയുന്ന അസുഖത്തെ മാറ്റിയെടുക്കാൻ നമുക്ക് ഗിലോയ് തുളസി നമ്മളെ സഹായിക്കുന്നു. അതുപോലെ തന്നെ മിക്കുള്ള ആൾക്കാർക്കും മൂത്രത്തിൽ അണുബാധ അല്ലെങ്കിൽ മൂത്രത്തിൽ പഴുപ്പ് എന്ന് പറയുന്ന അസുഖങ്ങൾ എല്ലാവർക്കുമുണ്ട്. ലേഡീസും ജെൻസിനും ഒരുപോലെ വരുന്ന അസുഖമാണ് മൂത്രത്തിൽ അണുബാധയും മൂത്രത്തിൽ പഴുപ്പും. അത് മെയിൻലി നമ്മുടെ തെറ്റായിട്ടുള്ള വെള്ളം കൂടി നമ്മുടെ ശരീരത്തിന് ആവശ്യമായ വെള്ളം നമ്മുടെ ശരീരത്തിലേക്ക് വരാത്തതും, ഒപ്പം തന്നെ പോഷകാഹാര ന്യൂനതകൾ, സ്ത്രീകളെ സംബന്ധിച്ചാണെങ്കിൽ തെറ്റായിട്ട് ഉപയോഗിക്കുന്ന പാഡ്, തെറ്റായിട്ട് ഉപയോഗിക്കുന്ന സോപ്പ്, പിന്നെ എക്സസൈസ് ഇല്ലായ്മ, അപ്പം എന്നിവയൊക്കെ അടിസ്ഥാനത്തിലാണ് നമുക്ക് മൂത്രത്തിൽ പഴുപ്പും അടിവയറിന് വേദനയും എരിച്ചിലും പുകച്ചിലും മറ്റ് പ്രശ്നങ്ങളൊക്കെ നമുക്ക് വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ നമുക്ക് പരിഹരിക്കാൻ ഈ ഗിലോയ് തുളസി നമ്മളെ സഹായിക്കും. ചിറ്റമൃത് ചേർത്തതും ഒപ്പം നമ്മുടെ തുളസി ചേർത്തിട്ടുള്ള ഇതുകൊണ്ട് നമുക്ക് ഈ ഒരു അസുഖത്തെ നമുക്ക് മാറ്റിയെടുക്കാൻ സഹായിക്കുന്നു. ഒപ്പം തന്നെ ചർമ്മ സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും നമുക്ക് മാറ്റിയെടുക്കാൻ സഹായിക്കുന്നു. അതുകൂടാതെ രക്തത്തെ ശുദ്ധീകരിക്കാൻ നമുക്ക് ഈ ചിറ്റമൃത് ചേർത്തത് കൊണ്ട് നമ്മളെ ഇത് സഹായിക്കുന്നുണ്ട്. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കിക്കൊള്ളുക, നമുക്ക് എത്രത്തോളം അസുഖങ്ങളെ പ്രിവെൻറ്റ് ചെയ്യാൻ ഈ ഒരു ഗിലോയ് തുളസി എന്ന് പറയുന്ന ഈ ഒരു വണ്ടർഫുൾ പ്രോഡക്റ്റ്സ് നമ്മളെ സഹായിക്കും. അപ്പോൾ നമ്മൾ തീരുമാനമെടുക്കണം, നമ്മുടെ വീട്ടിൽ ഇത് ആവശ്യമല്ലേ. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും ഒരുപാട് വില വല്ലതും ഉണ്ടോ എന്നുള്ളത്. പക്ഷെ വളരെ വില കുറവാണ്. 310 രൂപ മാത്രമാണ് നമുക്കുള്ളത്. അപ്പോൾ ഇത് ഉപയോഗിക്കേണ്ടുന്നത്
രാവിലെ വെറും വയറ്റിലാണ് തിളപ്പിച്ചാറിയ 1 ഗ്ലാസ് വെള്ളമെടുക്കുക. ഇതിൻ്റെ ഒരടപ്പ്, അതായത് 30 ml ആണ്. 1 ഗ്ലാസ് വെള്ളമെടുക്കുക, 30 ml എടുക്കുക, ഇതിലേക്ക് കലർത്തുക, കുടിച്ചുകൊള്ളുക. അതുപോലെ രാത്രി 1 ഗ്ലാസ് വെള്ളമെടുക്കുക, തിളപ്പിച്ചാറിയ വെള്ളമാണ് എടുക്കേണ്ടുന്നത്. അതിലേക്ക് 30 ml എടുക്കുന്നു, അതായത് ഒരടപ്പെടുക്കുക, അതിലേക്ക് കലർത്തുക. നന്നായിട്ട് കലർത്തിയതിന് ശേഷം കുടിക്കണം. അപ്പം 2 നേരമാണ് കുടിക്കേണ്ടുന്നത്. ഇത് നമുക്ക് ഏത് പ്രായക്കാർക്കും നമുക്ക് കഴിക്കാവുന്നതാണ്. പക്ഷേ നമുക്ക് ഗർഭിണിയായിട്ടുള്ള സ്ത്രീകൾ കഴിക്കാൻ പാടില്ല എന്നുള്ള ഒരു നിബന്ധന മാത്രമാണുള്ള. അപ്പോൾ ആർക്കൊക്കെ മരുന്നുകളില്ലാതെ ജീവിക്കണം, ആർക്കൊക്കെ നല്ല ഭക്ഷണത്തിലൂടെ നല്ല ആരോഗ്യം കണ്ടെത്തണം, ആർക്കൊക്കെ കിടപ്പ് രോഗിയാകാതെ നന്നായി ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഏതൊരാളും ഇന്ന് തന്നെ ഒരു ഉറച്ച തീരുമാനം എടുക്കണം. ആർസ്യം ഉൽപ്പന്നങ്ങൾ നിങ്ങൾ ശീലമാക്കിയാൽ തന്നെ നിങ്ങൾക്ക് പൂർണ്ണമായ ആരോഗ്യം നമുക്ക് കിട്ടും. ഒപ്പം ഈ ഗിലോയ് തുളസി ഇന്ന് തന്നെ ആർസ്യം ഷോപ്പുകളിൽ നിന്ന് പർച്ചേസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും കൃത്യമായിട്ടുള്ളൊരു ആരോഗ്യം കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു.